തെക്കിനിയില് നാഗവല്ലി എന്ന് പറഞ്ഞല്ലേ, മാങ്ങാമാല നെറ്റി ചുട്ടി. അതുപോലെ മറ്റേ എലിശ്ശേരി പുതിയ ഇലവല്ലി ഇരിക്കുന്നുണ്ട്. അവസാനം എടാ മോനെ കിട്ടായിട്ടോ, ഇഷ്ടായി. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കും ഒട്ടില്ലദാനം. അങ്ങനെ നമ്മുടെ ഓണം ഇങ്ങ് വന്നെത്തി. അപ്പം എനിക്കറിയാം എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നമ്മുടെ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയധികം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ആഘോഷമാണ് നമ്മുടെ, പ്രത്യേകിച്ച് മലയാളീസിൻ്റെ. അപ്പോൾ ഓണത്തിൻ്റെ കുറേ ഓർമ്മകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും നമ്മുടെ മെമ്മറീസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പുതിയൊരു ഓണം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്റെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു? പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല കേരള തനിമയുള്ള പാട്ടായിരുന്നു. ഞാൻ എന്റെ സപ്തസ്വരങ്ങളൊക്കെ വാരി വിതറിയിട്ടാണ് ആ പാട്ട് പാടിയത്. പൂക്കളൊക്കെ ഉണ്ട്. പൂക്കളറണം. അതിന് മുമ്പൊരു പരിപാടി ഉണ്ടായിരുന്നു, പറയാൻ മറന്നുപോയി. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ പൂക്കളിടാനുള്ള എല്ലാ സാധനങ്ങളും റെഡി ആട്ടോ. പൂ ഇങ്ങനെ സെറ്റാക്കി ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എന്താ പറയാ, പൂക്കളം വീടിന്റെ ഫ്രണ്ടിൽ എന്താ നമ്മുടെ ഫ്ലാറ്റ്. അപ്പൊ അതിന്റെ മുമ്പിലാണ് ഇടാൻ പോണത്. ഞാൻ എവിടെ നമ്മള് ഏകദേശം കണക്കൊക്കെ വെച്ചിട്ടുള്ള പൂക്കളാണ് നമ്മൾ ഇടാറുള്ളൂ. അപ്പൊ ഞാൻ ബേസിൽ കടാ നല്ല തക്കടുണ്ടൻ ചെമ്പരത്തി, സൂര്യകാന്തി പൂ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമ്മൾ തുടങ്ങാണ്. ഫസ്റ്റ് നമുക്ക് മഞ്ഞ ചെറിയ വാരി മതിയില്ലേ? അത് ഫുൾ ഇട്ടോ. മഞ്ഞ കസവിന്റെ കൂടെ മഞ്ഞ പൂവുള്ള കാര്യം കോളേജില് പൂക്കളം വളരെ മിസ് ചെയ്യുന്നതാണ്. അപ്പുറത്തേക്ക് കുറവുണ്ടോ? അടുത്തേത് കളറ്? അടുത്തത് നമുക്ക് മറ്റേ പച്ച. എന്താ ഇട്ട് കഴിഞ്ഞാ ചേട്ടോ പൂക്കളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന്റെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂക്കളം സെറ്റാണ്. അപ്പൊ നമ്മൾ ഓണത്തിന്റെ പൂക്കളം ഇട്ടു. അതൊരു കുഞ്ഞു പൂക്കളായിരുന്നു, പക്ഷെ നമ്മളെ ഇഷ്ടത്തിനുള്ള ഒരു കുഞ്ഞൊരു പൂക്കളം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓണത്തിന് പൂക്കളം കഴിഞ്ഞാല് പിന്നെ എല്ലാവരും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ് ഫോട്ടോഷൂട്ട്. ഓണം സദ്യക്ക് പോകുമ്പോൾ എല്ലാവരും പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഫോട്ടോഷൂട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഒന്ന് എടുത്തു. കാരണം വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് അപ്പനമ്മയാണെങ്കിലും അവിടെ അമ്മച്ചിക്കാണെങ്കിലും എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക, എവിടെ ഓണത്തിനൊന്നും വന്നില്ലേ, ഒന്നും ചെയ്തില്ലേ, ഫുഡ് വെച്ചില്ലേ, അങ്ങനെയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ഫോട്ടോസ് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നല്ല നല്ല ഭംഗിയിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഫോട്ടോ എടുക്കണം. അത് ഓണത്തിന് നമ്മുടെ പപ്പടം, പഴവും, പായസവും, സാമ്പാർ, അവിയലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒരു സാമ്പാറിലൊക്കെ പപ്പടമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ട് ഞെരക്കുണ്ട്. ഓ എൻ്റെ സാറേ, അത് ഭയങ്കര ഇതാട്ടോ നമുക്ക്. അപ്പം അവസാനം ഇതെല്ലാം കൂട്ടി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ബോളിയോ അല്ലെങ്കിൽ ഒരു പപ്പടം വെച്ച് അതിൽ അടപ്രഥമനോ പാലടപ്രഥമനോ നല്ല പായസം ഒഴിച്ച് പഴം കൂട്ടി കഴിച്ച എൻ്റെ ഇപ്പം നമ്മുടെ നാവിനെ മറ്റേ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഇങ്ങനെ എണീറ്റ് നിന്ന് ഡാൻസ് കളിക്കുക, അതേപോലെയാണ്. അപ്പോൾ ഈ വട്ടത്തെ ഓണത്തിന് സ്പെഷ്യൽ ഉണ്ട്. അപ്പം നമ്മൾ ഈ വട്ടം ഓണം ആഘോഷിക്കാൻ പോകുന്നത് ഇവിടെ പ്രിൻസ് ഫുഡ്സിൻ്റെ സദ്യ ഫീസ്റ്റ് ഫോർ 2 എന്ന് പറഞ്ഞൊരു പാക്കാണ് നമ്മളിവിടെ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇതിലവർ നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് 30 കൂട്ടം സാധനങ്ങൾ അതിന് മെയിനായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അതിൽ റൈസ് ഇൻക്ലൂഡഡ് അല്ല, റൈസ് നമ്മൾ വയ്ക്കണം. ബാക്കി ഇല ഉൾപ്പെടെ എല്ലാം അവർ ഈ ഒരു ചെറിയ ബോക്സിൽ നമുക്ക് പാക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓണസദ്യയുടെ അൺബോക്സിംഗ് ആണ്, കാണല്ല. കത്തിയെടുക്കാന്ന് പറഞ്ഞ അങ്ങോട്ട് കീറാ
വാവ്. ഫസ്റ്റ് തന്നെ ഇരിക്കണത് നമ്മുടെ എസ്സേസ് പേപ്പർ വാഴയിലോ. വാഴയിലുണ്ട്. ഇതാട്ടോ ബോളി. ദിസ് ഇസ് ദ ബോളി. വാവ്. ഓ പിന്നെ എല്ലാം ദേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അറിയാൻ വേണ്ടി കറിയുടെ പേര് എന്റെ മേളിൽ കൊടുത്തിട്ടുണ്ട്. തീയല്, ദേ ചക്ക വറുത്തത്, കൊണ്ടാട്ടം പിന്നെ അത് കായ് വറുത്തത്, ചക്ക വറുത്തത്, അത് മാറിപ്പോയി. ഇത് സർക്കുട്ടിപ്പേരി, പപ്പടം. അതുപോലെ തന്നെ ഇനിയുള്ള ഫുള്ള് കറികൾ, പായസം എല്ലാം അവരിങ്ങനെ നന്നായിട്ട് നമുക്ക് പാക്ക് ചെയ്ത്, ഇത് ഫ്രോസൺ ആണ്. അപ്പൊ നമ്മളിപ്പോൾ അവർക്ക് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്, കഴിക്കുന്നതിന് ഒരു 1 hour 2 hour മുമ്പ് നമ്മൾ പുറത്തെടുത്ത് വെച്ച് അത് ഡീഫ്രോസൺ ആക്കണം, എന്നാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് ഇങ്ങനെയുള്ള കുറേ ഇതുണ്ട്. നമ്മുടെ വെറുമിസലി പായസം. ഓ മൈ ഗോഡ്, പായസം യൂസ് ചെയ്യാം. പായസം, കടല പായസം, അച്ചാറ്, ഇതെന്താ കാളൻ, ഇത് മറ്റേ ഞാൻ തെക്കിനിയിൽ നാഗവല്ലി എന്ന് പറഞ്ഞില്ലേ, മാങ്ങാമാല നെറ്റി ചുട്ടി, അതുപോലെ മറ്റേ എലിശ്ശേരി. പിന്നെന്തോ ഇതെന്തൊക്കെ, ഇതേ രസമൊക്കെ ഇങ്ങനെയായിട്ടോ, രസം. പിന്നെന്താ അതെ അവിയൽ. ദിസ് ഇസ് അവിയൽ. പുളിശ്ശേരി. ഇതെന്താടാ, പരിപ്പ് കറി വായിക്കാൻ വേണ്ടിയില്ല. അതെ ലെമൺ കറി, സാമ്പാർ. ഓണത്തിന് ഫസ്റ്റ് മുൻപന്തിൽ നിൽക്കുന്ന ആള് നമ്മുടെ സാമ്പാറേട്ടൻ. പിന്നെ ഇത് മറ്റേ ജിഞ്ചർ കറി, ഇത് കഴിഞ്ഞോണ്ടിരിക്കുന്നുള്ളൂ എൻ്റെ പെട്ടിയില്ലേ. ജിഞ്ചർ കറി ഉണ്ട്. പിന്നെ വൈറ്റ് ലെമൺ എന്ന് പറഞ്ഞിട്ട് എന്തൊരു പിക്കിൾ പോലത്തെ. പിന്നെയുള്ളത് കൂട്ടുകറി ഉണ്ട്. പിന്നെ മാംഗോ പിക്കിൾ ഉണ്ട്. തീരണില്ലത്. ഇതെന്തോ വെള്ളരി പച്ചടിയോ വെള്ളരി പച്ചടി എന്ന് പറഞ്ഞ സംഭവം. പിന്നെ നമ്മുടെ നല്ല ചമ്മന്തി ഉണ്ട്. അവസാനം ഇതിൻ്റെ ഉള്ളിൽ പൈനാപ്പിൾ പച്ചടി ഉണ്ട്. സോ ഇതിൽ 3 പായസം ഉണ്ട്. കടലപ്പായസം ഉണ്ട്, വെറുമിസലി പായസം ഉണ്ട്, പാലട പ്രഥമൻ ഉണ്ട്. 3 പായസം ഉണ്ട്. പിന്നെ പപ്പടം നമ്മൾ വറക്കണം. പിന്നെ ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇത്ര അധികം കറികൾ കൂട്ടിയിട്ട് ഞാൻ ഓണത്തിന് സദ്യ കഴിക്കാൻ പോകുന്നത്. എൻ്റെ വായിൽ ഇത് പറയുമ്പോൾ തന്നെ വെള്ളം വരുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്നത് പപ്പടം വറക്കാനുണ്ട്, ചോറ് റെഡിയാണ്. നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ഡീഫ്രോസൺ ആക്കാൻ വേണ്ടി കുറച്ച് നേരം എടുത്ത് വെക്കുക. ഒരു 1 hour ആകുമ്പോഴേക്കും നമ്മുടെ ഫോട്ടോ എടുക്കലെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതെല്ലാം നമുക്കത് ഡീഫ്രോസൺ ആയി കിട്ടും. ഡീഫ്രോസ്റ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം ചൂടാക്കുക. എന്നിട്ട് സദ്യയിലേക്ക് വിളമ്പുക. എന്നിട്ട് പപ്പടമൊക്കെ കൂട്ടി ഒരു പെരിപിരിച്ചിട്ട് കഴിക്കലുണ്ട്. ഓ സാറേ, കറികളൊക്കെ ഇപ്പം നമ്മൾ ചൂടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് എല്ലാ കറികളും പുറത്തെടുത്ത് വെച്ചു. അതിപ്പോൾ എന്താ പറയുക, ഡീഫ്രോസ്റ്റ് ചെയ്തു. ആ സാധനം എല്ലാ കറി റെഡി ആയിട്ടുണ്ട്. ഇതേ നോക്ക്, നമ്മുടെ മേശ നിറഞ്ഞു ഓണസദ്യയിലെ സാധനങ്ങൾ. ഇതിനെല്ലാത്തിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. എല്ലാം ഉണ്ട്. ബോളി, അച്ചാറ്, എന്നിട്ട് പറയാം പച്ചടി, കിച്ചടി, സാമ്പാർ, അവിയൽ, പപ്പടം, ബീട്രൂട്ട് കറി, പിന്നെ എന്നിട്ട് 3 കൂട്ടം പായസം. ഇത് എന്നിട്ട് അടപ്രഥമനുണ്ട്, കടലപ്പായസം ഉണ്ട്, ഇത് പിന്നെ സേമിയ ഉണ്ട്. പിന്നെ എനിക്ക് വായിൽ വെള്ളം. ഇത് മറ്റേ സർക്കുട്ടുപ്പേരി, ചക്കവറുത്ത്, കായ വറുത്തത്, ചമ്മന്തി, അങ്ങനെ. ഇതായിട്ട് ബോളി. അവസാനം നമുക്കൊരു പിടിപിടിക്കാനുള്ള സാധനമാണ് ബോളി. ഫസ്റ്റ് ടൈം നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അങ്ങനെ എല്ലാ സാധനങ്ങളും. പിന്നെ പാത്രത്തിൻ്റെ അഭാവം വരെ നമ്മൾ ഗ്ലാസ്സിൽ കുറച്ച് കറികൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ കറികൾ തന്നെയാണ്. പിന്നെ ചോറ്. അപ്പോൾ എന്താ പറയുക, ഈ എല്ലാ കറികളും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ സമയം കളയണില്ല, അതിലേക്ക് പോവാട്ടോ. തുടങ്ങാം. സർക്കുട്ടുപ്പേരി വെച്ചതിനും കൂടെ തുടങ്ങാം. പിന്നെ കായ വറുത്തത്, ഇലയിൽ സ്ഥലം തയ്യോ, കുറെ ഉണ്ടല്ലോ. കൊണ്ടാട്ടം പർപ്പസ് അറിയില്ല, എന്നാലും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ
ഓണത്തിന്റെ കറികളൊക്കെ നമ്മള് ഇലയില് വിരിച്ചിട്ടുണ്ട്, ഇലയിൽ ഇട്ടിട്ടുണ്ട്. അയ്യോ ഇത് ഇല എക്സ്ട്രാ ഇച്ചിരി കൂടി സൈസുള്ള ഇല വേണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് കുറേ ഐറ്റംസ് ഉണ്ട് കണ്ടോ. പപ്പടമൊക്കെ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുക, കറി എൻ്റെ താഴെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കുറേ നിറച്ച് എൻ്റെ ദൈവമേ. ഞാൻ സത്യം പറയാനല്ല, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഇത്രയും വയസ്സിനിടെ ഇത്രയും കറി കൂടി ഞാൻ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അതിനും ഭയങ്കര ഇത് പിന്നെ കൊതിയിട്ടിട്ടാണ് വെള്ളറക്കി മടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുറച്ച് ഐറ്റംസ് കൂടി കാണിക്കാനുണ്ട്. നമ്മുടെ പായസങ്ങൾ ഒരു 3 കൂട്ടം, പിന്നെ ബോളിയും പപ്പടം ഇരിക്കുന്നുണ്ട്, പിന്നെ രസം. അപ്പൊ അത് നമ്മൾ ഈ ചോറൂട് കഴിഞ്ഞിട്ട് അവസാനം ഒരു എന്താ കലാശകൊട്ട് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ തൃശ്ശൂരിലെ മറ്റേ കലാശകൊട്ട് വെടിക്കെട്ട് അതിന്റെ പോലത്തെ ഒരു ഇതിന് വേണ്ടി നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഇല കാലിയായില്ലോ, ദൈവമേ പുതിയ ഇലയുടെ പോലെ ഇരിക്കുന്നുണ്ട്. അവസാനം ഒരു ചെറുത് നമ്മുടെ ശർക്കര ഉപ്പേരി ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ലാപ്പഴം ഒന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ നല്ല രസം ഉണ്ടായിരുന്നേ. ഇനി നമ്മൾ അവസാനം കേട്ടതിരിക്കുന്നത് നമ്മൾ പായസങ്ങൾ ഇരിക്കുന്നുണ്ട്, ഒരു 3 എണ്ണം, പപ്പടം ഇരിക്കുന്നുണ്ട്, പിന്നെ പോളി ഇരിക്കുന്നുണ്ട്. പായസം ഓരോന്നും എടുത്തിട്ട് നമ്മള് അരച്ച് പൊടിച്ച് നമ്മൾ കഴിക്കുക. പായസം 3 തരം പായസം ഉണ്ട്, ബോളി ഉണ്ട്, പപ്പടം ഉണ്ട്. അത് വെച്ചിട്ട് നമ്മള് ഇട്ടിട്ട് നമ്മള് കഴിക്കാം. ബോളി അപ്പോ പ്രൊഫഷണലായിട്ട് കഴിക്കാൻ നമുക്ക് അറിയുന്നില്ല, പക്ഷെ നമ്മുടെ രീതിയിൽ നമ്മൾ കഴിക്കുകയാണ്. അതിന് ബോളി വെക്കുക, ബോളി വെച്ചതിന് ശേഷം നമ്മുടെ വെർമിസെല്ലി പായസം ഉണ്ട് ഇവിടെ. അതാണ് കോംബോ എന്ന് പറയുന്നത്. ഇത് തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ് കൂടുതൽ കഴിച്ച് വരുന്നത്. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വെർമിസെല്ലി പായസം ഇതിന് സെന്ററിലാണ് ഇടുക. ഇട്ടതിന് ശേഷം നല്ല മണം പായസത്തിന്റെ. ഇട്ടതിന് ശേഷം അങ്ങോട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ നുള്ളിയിട്ട് കൂടെ കഴിക്കണമെന്നാണ് പറയണത്. നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കണേ, കുറെ നാളെ കഴിച്ചിട്ട്. നോക്കിയേ എന്താ ടേസ്റ്റ് പറ. ഉപ്പ് പുളി മധുരം ഞാനും കഴിച്ചിട്ടില്ല ഈ സംഭവം. എന്തിട്ടാന്ന് കട്ടിയുള്ള നമ്മൾ ചൂടാക്കി കുറച്ച് കഴിഞ്ഞിരുന്നു. അണ്ണേ ടേസ്റ്റ് ഇതിന് ടേസ്റ്റ് ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. വെർമിസെല്ലിയും നമ്മുടെ പായസത്തിന്റെ പേര് ബോളിയും കൂടെ കഴിക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ്, നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ടേസ്റ്റ് ആണ്. നിങ്ങള് കമ്പയർ ചെയ്യാൻ പറ്റില്ല, വേറെ ടേസ്റ്റ് ആണ്. അതുപോലെ എന്തായാലും സദ്യയിലൂടെ കഴിച്ചിട്ടില്ല, കഴിച്ചു നോക്കാം എല്ലാവരും. ഓണത്തിന് സദ്യ കഴിഞ്ഞാല് ആ സദ്യയുടെ അവസാനം കെട്ടാണ് നമ്മുടെ പപ്പടം പഴവും പായസം വെച്ചിട്ടുള്ള ഒരു പിടിപിടിക്കാന്നുള്ളത്. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പപ്പടം ബാക്കി ഞാൻ കഴിച്ച് തിന്ന് വെച്ചപ്പോൾ പപ്പടം ഉണ്ട്, പപ്പടം അവിടെ വെച്ചു. ഇത് നമ്മുടെ കയ്യിൽ നല്ല അടപ്രഥമനുണ്ട് കേട്ടോ. അതേ അപ്പോൾ അടപ്രഥമൻ നമ്മൾ അതിൻ്റെ അടക്ക നല്ല രസം. കാഷ്യൂനട്ടൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ എടുക്കുക, ഇത് കുറച്ചങ്ങോട്ട് ഇടുക, ഒരു പിടി പിടിക്കാൻ പോവാണേ. നോക്കട്ടെ കേട്ടോ. എടാ മോനെ കിട്ടായിട്ടോ, ഇഷ്ടായി, സൂപ്പറാ, മസ്റ്റ് ട്രൈ. അപ്പോൾ ഓണസദ്യ ഒക്കെ കഴിച്ചു. അതല്ല നല്ല ഗംഭീര സദ്യ, സൂപ്പർ ആയിരുന്നു കേട്ടോ. എല്ലാ കറികളും ഒന്നിനും മെച്ചം. പിന്നെ കറികൾ പേരൊക്കെ കുറച്ച് ഡൗട്ടാണ് ആയിപ്പോയെങ്കിലും പക്ഷെ എല്ലാം നല്ല ഓണസദ്യ. ഇത്ര നല്ലൊരു ഓണസദ്യ അടുത്തിടെ ഒന്നും കഴിച്ചിട്ടില്ല. 30 കൂട്ടം ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കാരണം ശരിക്കും ഓണസദ്യ കഴിച്ചു തന്നെ തോന്നുന്നുണ്ട്. ഇലയൊക്കെ നിറഞ്ഞു ഫുള്ളായി. നമുക്ക് പപ്പടം വയ്ക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. നല്ല ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് അങ്ങനെ കഴിച്ചേതായാലും പെട്ടെന്ന് സദ്യ കഴിഞ്ഞൊരു വിത്തിൻ 10 minutes ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. കാരണം കുറെ നാളെ എത്ര നല്ലൊരു സദ്യ നമ്മൾ കഴിച്ചിട്ട്. അങ്ങനെ ഓണസദ്യ സൂപ്പറായിരുന്നു. പൂക്കളം പിന്നെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു, വീട്ടുകാരൊക്കെ വിളിച്ച് വിഷ് ചെയ്തു. എല്ലാ ഫ്രണ്ട്സിനെ ആണെങ്കിലും എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വിളിച്ച് വിഷ് ചെയ്തു. അപ്പൊ അങ്ങനെ നല്ലൊരു നമ്മുടെ ഒരു കുഞ്ഞൊരു ഓണ സെലിബ്രേഷൻ ആയിരുന്നു. പിന്നെ വേറെ എന്തുവാ, ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സിന് വിലയായിട്ടുണ്ട്. പന്തലിയണം. ശരി, എന്നിട്ട് ആ പൂവുണ്ട്. അടുത്ത വർഷം കുറച്ച് പൂക്കൾ ഇടണം. എന്തുവാടേ അങ്ങനെ കാര്യങ്ങള്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. പിന്നെ അതുപോലെ ഇനി പുതിയ വീഡിയോസ് ആയി കാണാം. അതുവരേക്കും ബൈ.